കൈരളി പീപ്പിളിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വപ്നങ്ങളുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ കുന്നത്തൂർ മേടെന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ഡോക്ടർ ശിവദാസിൻ്റെയും പ്രൊഫസർ ദേവിയുടെയും മൂത്ത മകനായി ജനിച്ച ശ്രീ അനിൽ ശിവദാസാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഒരു വ്യവസായ രംഗത്ത്, ഒരു ബിസിനസ് രംഗത്ത് വളരെ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യണമെന്ന ഒരു ലക്ഷ്യം. ഇന്ന് വളരെ ആദരവപൂർവ്വം, സ്നേഹപൂർവ്വം മിസ്റ്റർ അനിൽ ശിവദാസിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. ചെയർമാൻ ഓഫ് എൻ വെഞ്ചർ ടെക്നോളജീസ് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. വളരെ സന്തോഷം സാർ. താങ്ക് യു. ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, വളരെ നന്നായിട്ട് ഇൻറ്റീരിയറാണ് നമ്മുടെ ഓഫീസിലേക്ക് കയറുമ്പോൾ തന്നെ. ഫ്രണ്ട് ഓഫീസ്, അത് കഴിഞ്ഞ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ വളരെ നന്നായിട്ട് ഒരു സ്റ്റുഡിയോയുടെ മോഡലിലാണ് നമ്മൾ സാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു സാർ ഇതിൻ്റെ? അത് ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു മനസ്സിൽ ഇത് ഒരു തുറന്നിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം. ഒരിക്കലും നമുക്കൊരു സങ്കുചിത മനസ്ഥിതി എവിടെയും കാണാൻ പാടില്ല. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളത് ഇങ്ങനെ ചെറിയ ചെറിയ ഇടുക്കുകളും പിന്നെ അങ്ങനെയൊന്നുമില്ലാണ്ട് തുറന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എൻ ഓഫീസ്. അങ്ങനെയാണ് അതായിരുന്നു ആർക്കിടെക്റ്റിന് കൊടുത്തിട്ടുള്ള ഡിസൈനിൻ്റെ ബേസിസ്. അതിനനുസരിച്ചുള്ള ഒരു ഡിസൈനായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം സ്ഥലങ്ങളെല്ലാം തുറന്നിട്ടാണ്. ഒന്നും ഇങ്ങനെ ചെറിയ പാസേജും അങ്ങനെയില്ല. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ബേസിക് ഡിസൈൻ. തുടക്കം പാലക്കാട് കുന്നത്തൂർ മേട്, നമ്മുടെ പാലക്കാട് കോട്ടയുടെ അടുത്ത് തന്നെയാണ്. എങ്ങനെയായിരുന്നു സാറിൻ്റെ കുട്ടിക്കാലം? ഞാൻ അവിടെ 69 അവിടെ പാലക്കാടായിരുന്നു ജനിച്ച്. എൻ്റെ പേരൻസ്, അച്ഛൻ ആർമിയിലായിരുന്നു ഫോർ 3 years കമ്പൽസറി സർവീസായിട്ട്. അത് കഴിഞ്ഞിട്ട് ദെൻ പാലക്കാട് വന്ന് സെറ്റിൽ ചെയ്ത് അച്ഛൻ അവിടെ പ്രാക്ടീസ് തുടങ്ങി. അമ്മ പ്രൊഫസറായിരുന്നു. അമ്മ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അപ്പോൾ രണ്ടാളും വർക്കിംഗ് ആയിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ സ്വന്തം ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമായിരുന്നു. 12ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു, പാലക്കാട് പഠിച്ചു. അത് കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് NSS എൻജിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സിൽ അഡ്മിഷൻ കിട്ടി. സോ ഫസ്റ്റ് ബാച്ച് ഇലക്ട്രോണിക്സ് ആയിരുന്നു. അത് അന്ന് കാലത്ത് അവിടെ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 86 മുതൽ 90 വരെ എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ച് 90ൽ എൻജിനീയറിംഗ് ഫിനിഷ് ചെയ്ത് ഇങ്ങോട്ട് വന്നു, ബാംഗ്ലൂരിലോട്ട് വന്നാണ്. ജോലിയുടെ ആവശ്യമായി വന്നാണ്. അത് എൻ്റെ ഫാദർ എപ്പം പറയായിരുന്നു, ദാറ്റ് ഫസ്റ്റ് വർക്ക് സംവെയർ, എവിടെയെങ്കിലും പണി പഠിച്ച് എല്ലാം കണ്ട ശേഷം ദെൻ എക്സ്പീരിയൻസ് കിട്ടിയ ശേഷം സ്റ്റാർട്ട് ദ ബിസിനസ്. എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഏത് ബിസിനസ്സിലും എവിടെയും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു 6 വർഷക്കാലം BPL ആയിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ BPL ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, R&Dയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 97 വരെ BPL വർക്ക് ചെയ്തു. 97ലാണ് ഞാൻ എടുത്ത് ചാടിയത്. അതിനു മുമ്പ് പക്ഷേ MBA കംപ്ലീറ്റ് ചെയ്തു. അത് ജോലിയോടൊപ്പം തന്നെ MBA കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതൊരു ബേസിക്. അപ്പം എൻജിനീയറിങ് കഴിഞ്ഞ ഉടനെ ജോലി തുടങ്ങി. അപ്പം അതിൻ്റെ പിറ്റേ ദിവസം ജോലി തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തും പോയി. അത് കഴിഞ്ഞ ശേഷം പല പ്രാവശ്യവും എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി MITയിൽ പോയിട്ട് ഷോർട്ട് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. MITയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്ലോറിഡയിൽ പോയിട്ട് വേറൊരു ഇത് പഠിച്ചിട്ടുണ്ട്, ലണ്ടനിൽ പോയി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് വരെ ഈ പഠനം തുടർന്നുകൊണ്ട് പോയിട്ടുണ്ട്. അത് എല്ലാ കൊല്ലവും കുറച്ച് സമയങ്ങളിൽ ഞാൻ അതിൽ സ്പെൻഡ് ചെയ്യും. ചെറുപ്പം മുതൽ താങ്കൾ പറയുന്നത് നല്ല എന്റർപ്രണർ ആവണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഹാർഡ് വർക്ക് ചെയ്തത്? 2 ജാതി ആൾക്കാരാണ് കണ്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം. ചില ആൾക്കാർക്ക് ഒരു പാത്ത് വരച്ച് കൊടുത്താൽ അവരതിൽ നന്നായി നടക്കും. ചില ആൾക്കാർക്ക് പാത്തില്ലാതെ അവർ ഇരുന്ന് വരയ്ക്കണം. അപ്പോൾ അവർ വരച്ചു കഴിഞ്ഞാൽ അവർക്ക് വരയ്ക്കാൻ ആ കപ്പാസിറ്റി ഉള്ള ആളാണ് ശരിക്കും എൻ്റർപ്രണർ. എന്നാൽ ഇപ്പം ഞാൻ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കാണുന്നതെല്ലാം പുകയായിരിക്കും. അപ്പോൾ ആ പുകയിൽ നിന്ന് എനിക്ക് ഐ ഹാവ് ടു ഡ്രോ മൈ ഓൺ പാത്ത്. അപ്പോൾ അതിനുള്ളൊരു കേപ്പബിലിറ്റിയാണ് ഒരു ഓൺട്രപ്രണർക്ക് വേണ്ടത്. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് കേപ്പബിലിറ്റി. പിന്നെ സെക്കൻഡ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ
പാത്തിൽ കൂടെ ബാക്കി ആൾക്കാരെ നടത്താൻ ഉള്ള കേപ്പബിലിറ്റി. സോ പല ഓൺട്രപ്രനേഴ്സും ആ പാത്ത് വരച്ച ശേഷം അവരെന്നെ അതിൽ കൂടെ നടക്കും. പക്ഷെ അതല്ല അവരുടെ സ്ട്രെങ്ത് ഈ പാത്ത് വരയ്ക്കലാണ്. മറ്റേ ടൈപ്പ് ആൾക്കാരാണ് ഇതിൽ കൂടെ നടക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഹോൾ ബിസിനസ് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാത്ത് വരച്ചു കൊടുക്കുക, എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിനെ ആ പാത്തിൽ കൂടെ വഴികാട്ടിയാണ്. അത് സ്വന്തം ബിസിനസ്സിലും അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, വളരെയധികം സക്സസ്ഫുൾ ആയി. വളരെയധികം. ഇന്ന് ഇൻവെഞ്ചർ എന്ന് പറയുന്ന ടെക്നോളജീസ് ഒരുപാട് കമ്പനികൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് മോസ്റ്റ്ലി ഫോറിൻ കമ്പനീസ്. ഏതൊക്കെയാണ് കമ്പനികൾ? കസ്റ്റമേഴ്സ് എല്ലാം അമേരിക്കയിലാണ്. അപ്പോൾ ABB, ഹണിവെൽ, പിന്നെ അങ്ങനെ കുറേ കമ്പനികൾ, പിന്നെ വേറെ മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് കമ്പനീസ് ഞങ്ങൾക്ക് ഡിസൈൻ വർക്ക് ചെയ്യും. അപ്പോൾ ചില വർക്ക് ചെയ്തിട്ടുള്ളത് BMW കാറിൻ്റെ ബ്രേക്കിൻ്റെ ചെറിയ പാർട്ട്, അതുപോലെ ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിള് താഴെ വീഴാൻ പോകുമ്പോൾ അതിൻ്റെ വീല് നിൽക്കും, അതിൻ്റെ സർക്യൂട്ട്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നത് ടച്ച് റിമോട്ട് കൺട്രോൾ നമ്മളെല്ലാം പ്രസ് ചെയ്യുന്നതാണ് TV-യിൽ. അതിന് പകരം അതിനെ ടച്ച് സ്ക്രീൻ റിമോട്ട് കൺട്രോൾ ആക്കാൻ വേണ്ടി ഏതൊരു കമ്പനിക്കുള്ള അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ടച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനി അല്ല, ഇറ്റ് ഈസ് മോർ ഓഫ് എൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ട്. അതാണ് ഇതിന് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടീം. അത് താങ്കളുടെ സ്ഥാപനത്തിന് വേണ്ടി താങ്കൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അവരെങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്? അവർക്ക് വേണ്ട മോട്ടിവേഷൻ നമ്മൾ ഇപ്പോൾ കേരളത്തിലെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെടുത്ത് നോക്കിയാൽ ആയിരക്കണക്കിന് എഞ്ചിനീയേഴ്സ് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സിവിൽ ഉണ്ട്. പക്ഷേ അവസാനം എല്ലാവരും ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആണ്. എന്നാൽ ഇന്ത്യയിൽ വളരെ കുറവ് കമ്പനികളേ ഉള്ളൂ ഈ ഇലക്ട്രോണിക്സ് പഠിച്ച തൊഴിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്പനിയിൽ എന്താ പറഞ്ഞാൽ, നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ ആ ഇലക്ട്രോണിക്സ് എടുത്തു എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇലക്ട്രോണിക്സിലായിരുന്നു എപ്പോഴും ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് കമ്പനിയിൽ ചേർന്നു. ഇലക്ട്രോണിക്സ് കമ്പനി, എൻജിനീയറിംഗ് കമ്പനി തുടങ്ങി. എന്നാൽ ഇന്നത്തെ പല ചെറുപ്പക്കാരും അവർ സിവിൽ എൻജിനീയറിംഗ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയറിലേക്ക് കയറും. നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ ഒന്നിച്ച് കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് അവരെ ലീഡ് ബൈ എക്സാമ്പിൾ, അല്ലെങ്കിൽ ആൻഡ് ദെൻ ഒരു പ്രൊഫഷണൽ വഴിയിൽ അവരെ മാറ്റിയെടുക്കുക. അതാണ് കമ്പനി ചെയ്യുന്നത്. ഇപ്പം മെക്കാനിക്കലായിട്ടും ഇലക്ട്രോണിക്സിലും നമ്മൾ ഒരുപാട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇന്ത്യക്ക് അകത്തും ചെയ്യുന്നുണ്ട്. അധികമില്ല. കുറേ പുറത്താണ്, മെയിൻലി അമേരിക്കയിലും യൂറോപ്പിലും, നോർത്തേൺ യൂറോപ്പിൽ.